എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ കാണുന്നത് തിരുവനന്തപുരത്തുള്ള നമ്മുടെ റെസ്റ്റോറൻ്റ് ആണ്. LPG ഗ്യാസിന് ഷോർട്ടേജ് വന്നപ്പോഴത്തേക്കും മെനുവിലുള്ള പല വിഭവങ്ങളും ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുറേ സ്പെഷ്യൽ ദോശകൾ ഇവിടെ എപ്പോഴും അവൈലബിൾ ആണ്. ഇവിടെ ചാർക്കോൾ കൊണ്ടുള്ള കല്ലിലാണ് നമ്മൾ ദോശ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കാണുന്ന നെയ്റോസ്റ്റും മസാലയ്ക്കും അപ്പുറം കുറേ വെറൈറ്റി ദോശകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിലൊന്നാണ് നിങ്ങൾ ഈ കാണുന്ന പിസ്സ ദോശ. നമ്മൾ പിസ്സയുടെ അതേ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അടിയിൽ വരുന്ന മാവ് കടലമാവാണ്. പിസ്സയ്ക്കകത്ത് ചേർക്കുന്ന എല്ലാ റെസിപ്പീസും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പിസ്സ ദോശ നമ്മൾ സെർവ് ചെയ്യുന്നത്. സാധാരണ പിസ്സയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മൈദയാണെങ്കിൽ ഇവിടെ ഫൗണ്ടേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടലമാവാണ്. മാവ് ദോശക്കല്ലിൽ പരത്തി അതിനുശേഷം എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ക്യാപ്സിക്കം, ക്യാബേജ്, തക്കാളി, സ്വീറ്റ് കോൺ അതുപോലെ തന്നെ സോസും കൂടി ചേർത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ആദ്യം ചാർക്കോളിൻ്റെ കല്ലായതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ അടുപ്പ് കത്തിക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും വെന്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും പരത്തി വെച്ച ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ ദോശ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ചീസ് ആഡ് ചെയ്യുന്നുണ്ട്, നല്ലോണം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോർമലായിട്ട് പിസ്സയുടെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന ബ്ലൂബെറി നമ്മൾ ഈ ഒരു പിസ്സ ദോശയ്ക്കകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല രുചിയാണ്. നല്ല രുചി എന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ, ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി തിരുവനന്തപുരത്തേക്ക് വരുമ്പം ഉറപ്പായിട്ട് നമ്മുടെ പിസ്സ ദോശ ഒന്ന് ട്രൈ ചെയ്യണം നമ്മുടെ പയടൻ രുചി റെസ്റ്റോറൻറ്റിൽ നിന്ന്. ശരിക്കും പിസ്സ കഴിക്കുന്ന അതേ ഫീലാണ് ഈ ദോശ കഴിക്കുമ്പോൾ. സെയിം ടെക്സ്ചറാണ് ഈ ദോശയ്ക്കും വരുന്നത്. ലൊക്കേഷൻ മാർക്കണ്ട, തിരുവനന്തപുരത്താണ്, അട്ടക്കുളങ്ങരയിലാണ് പയടൻ രുചിയുടെ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളായിട്ട്.